രാജേഷേ, പേടിക്കണ്ടോ, ഇവിടെ നിന്ന് കുറച്ചേ പോകാനുള്ളൂ. ഇതാ കാണുന്ന വളവ് കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ടെത്തി. അതല്ല സാറേ, വണ്ടി പണി അന്നേരം റിപ്പോർട്ട് ചെയ്യണ്ടേ? സ്റ്റേഷനെ വിളിച്ച് പറയുന്ന മുന്നേ ഞാൻ സാമൂൽ സാറിനൊന്ന് വിളിക്കട്ടെ. അതിന് സാറ് ലീവല്ലേ? ലീവായാലെന്താ, കാര്യം പറയണ്ടേ? സാറ് പെങ്ങളെ വീടിൻ്റെ പാലുകാച്ചലിന് പോയതാ. എടുക്കാതിരിക്കില്ല, വിളിച്ചില്ലേ അത് മതി. ആ സാറേ, ഞാൻ സ്പോട്ടിൽ എത്താനായി സാറേ. രാജേഷിൻ്റെ കൂടെ. സാറേ, ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ വണ്ടി ഒന്ന് ഓഫായി പോയി സാർ. നിറയെ ചളിയായിരുന്നു സാറേ. ഒരുപാട് നോക്കി, സ്റ്റാർട്ടാവുന്നില്ല. ഇല്ല സാറേ, ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഞങ്ങൾ നടന്നോളാം. പുലിയോ? മൃഗങ്ങളൊക്കെ എത്ര കാണുന്ന സാറേ. അവരെ വഴിക്ക് പോയിക്കോളൂ, നമ്മളെ വഴിക്ക്. സാറേ, ഞാൻ സ്പോട്ടിലെത്തിയിട്ട് വിളിക്കാം. ഓക്കെ. ആ സാറേ, പാലുകാച്ചലൊക്കെ കഴിഞ്ഞോ സാറേ? അതെയോ, സാറ് ഇവിടെ പൊളിക്കുകയാണല്ലേ. നമുക്ക് കൂടെ ഒരു കുപ്പി എത്തിക്കും സാറേ. അതെയോ, ഇവിടെ ഈ വാറ്റടിച്ച് മടുത്തു സാറേ. അതാ സാറേ, ഞാൻ സ്പോട്ടിലെത്തിയിട്ട് വിളിക്കാം. ഓക്കെ സാർ, ഓക്കെ. രാജേഷേ, വാടോ. സാറ് നല്ല ഫിറ്റാ. ജപ്പാനിൽ നിന്ന് അളിയം കൊണ്ടുവന്ന വിസ്കി ഉണ്ടത്രേ. ഒരു കുപ്പി ചോദിച്ചിട്ടുണ്ട്, കിട്ടിയാൽ മതിയായിരുന്നു. അതല്ല സാറേ, അപ്പോൾ വണ്ടിയുടെ കാര്യം? അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് എന്തോരത്തെ ടെൻഷൻ? കയറിയിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. ഒന്ന് ചാടി നിൽക്ക് രാജേഷേ. ഡോ വാടോ. ഇവിടെയൊക്കെ വീടുകൾ കുറവല്ല സാറേ? അതിപ്പോൾ പറയാൻ മാത്രം ഒന്നുമില്ല. ഒരു 10-20 വീട് കാണും, കുറച്ചുകൂടെ പോകണം. പിന്നെ ഈ കാടിനടുത്ത് വീട് വെച്ച് പുലിയെ കണ്ടു, ആനയെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് പണിയല്ലാതെ ഉണ്ടോ? ഇതിപ്പോൾ പുലിയുടെ കാൽപ്പാട് കണ്ടെന്നല്ല കണ്ടവർ വിളിച്ചു പറഞ്ഞത്. അതെ. പിന്നെ എന്നെ ഇവിടെ വലിയ കാര്യമാണ്. എന്തുണ്ടേലും എന്നെ ആദ്യം വിളിക്കും. സ്റ്റേഷനെ വിളിച്ചാൽ ആദ്യം ദേവൻ സാറുണ്ടോയെന്ന് ആദ്യം ചോദിക്കും. അല്ല സാറേ, നടന്നു പോകുന്ന റിസ്ക് അല്ലേ? പുലി എവിടെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. താൻ എൻ്റെ കൂടെ വന്നാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അതൊക്കെ സ്ഥിരമാണ്. അതല്ല സാറേ, വെറുങ്ങയോടെ പോകണത് മണ്ടത്തരല്ലേ? പിന്നെന്താടോ, തനിക്ക് തോക്ക് വേണോ? ഇവിടെ ഈ യൂണിഫോം ഇടുന്നതിനെ പേടി മാറാനാ, ചിലരെയൊക്കെ പേടിപ്പിക്കാനും. തോക്കിനേക്കാൾ പവർ ഈ യൂണിഫോമിനുണ്ടെന്ന് തനിക്ക് വഴിയാ മനസ്സിലാവും. സാറേ, അടുത്ത ആഴ്ചൻ്റെ കല്യാണം സാറേ. അത് ശരി, വെറുതെ അല്ല ഈ പറക്കാൻ പറ്റില്ലേ. അപ്പം ലീവൊന്നും കിട്ടിയില്ല? ലീവൊക്കെ ചോദിച്ചു സാറേ, പക്ഷെ 4 ദിവസം കിട്ടിയുള്ളൂ. ധാരാളം, ഉള്ളതുകൊണ്ട് ഓണം പോലെ. കെട്ടിയോള് വീട്ടിൽ തന്നെ കാണുമല്ലോ, തോന്നുമ്പോൾ ഇടയ്ക്ക് പോവാലോ. എന്തൊന്നും സാറേ? അല്ല, കാണാനേ. ഓ എടാ, നിൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോ ഉണ്ടോ നിൻ്റെ കയ്യിൽ? ഉണ്ട് സാറേ. സാറേ, ഒരു മിനിറ്റ് സാറേ. ഇതാ സാർ. നിൻ്റെ പെണ്ണ് കൊള്ളാലോ, നല്ല ചരക്കാണല്ലോടോ. ഒരുമാതിരി ചേട്ടാസാനം പറയല്ലേ സാറേ? ചാടല്ലോടോ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അല്ലടോ, ഞങ്ങളെ ഒന്നും ക്ഷണിക്കുന്നില്ലേ? ക്ഷണമൊക്കെ ഉണ്ട് സാറേ, നാളെ ഒരുമിച്ച് അങ്ങ് പറയാൻ പറ്റില്ല.
എന്താ പരിപാടി ഇവിടെ? സാറേ ഞാൻ വെറുതെ എന്താണ് ഉടായിപ്പ്? സാറേ ഞാൻ ഇവിടെ നടക്കിറങ്ങിയാണ് സാർ. നടക്കാൻ ഇറങ്ങിയേക്കുന്നേ രാജേഷേ. നാട്ടിൽ പുലി ഇറങ്ങിയത് അറിഞ്ഞിട്ട് നാട്ടുകാരുടെ പരക്കം വെട്ടുമ്പോ അവൻ നടക്കാൻ ഇറങ്ങിയേക്കുന്നത്. സാറേ പുലിയോ? ഞങ്ങളിവിടെ ഉണ്ടായിരുന്നല്ലോ ഇന്നലെ. ഞങ്ങളോ? അപ്പൊ നീ മാത്രല്ലേ രാജേഷേ? സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യേ. ഇത് ഐറ്റം വേറെയാ. സാറേ അവൻ മിഞ്ഞാന്ന് ഗൾഫിൽ നിന്ന് വന്നാ സാറേ. അപ്പൊ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി വിളിച്ചോമ്പോ അങ്ങനെ വന്നതായിരുന്നു. എന്നിട്ട് അവനെ വിടറാ. സാറേ അവനെ കാണാനല്ല സാറേ, ഞാനും അതാ നോക്കാം. വേടാ നോക്ക് അടുക്ക്. ഇവിടെയാണ് സാറേ ഞങ്ങൾ ഇന്നലെ ഇരുന്നത്. വേറെ ആരും ഇല്ലായിരുന്നല്ലോ? ഇല്ല സാറേ, നാട്ടിൽ അവന് ഞാൻ മാത്രമേ ഉള്ളൂ കമ്പനി. അപ്പൊ കമ്പനിക്കാരൻ്റെ കൂടെ കമ്പനി കൂടിയിട്ട് നീ അവനെ അങ്ങോട്ട് കൊന്നൂല്ലേ? കൊല്ലാനോ? സാർ എന്താ പറയുന്നത്? അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ വന്നത് പോയി. നിന്റെ കഥ എന്തായാലും കൊല്ലാം. എന്തായാലും ഗൾഫിലുള്ള നിന്റെ ഫ്രണ്ടിനോട് ആവശ്യത്തിനും അനാവശ്യത്തിനും പണം കടം ചോദിച്ചിട്ട് അവനത് തിരിച്ചു ചോദിച്ചപ്പോൾ അവനെ അങ്ങ് കൊന്നു നീ. സാർ എന്തൊക്കെയാണ് സാറേ പറഞ്ഞത്? സാറെങ്കിൽ ഒന്ന് വിശ്വസിക്കും സാറേ, ഒന്ന് പറയും സാറേ. സാറേ വല്ല പുലിയെങ്ങാനോ? രാജേഷേ, 10-12 കൊല്ലമായി യൂണിഫോം ഇടുന്നു. ഒരുത്തനെ കണ്ടാലറിയാം എന്താ ഏതാ എന്നൊക്കെ. എന്തായാലും നീ നടക്കടാ. എടാ, ഈ ഫോറസ്റ്റ് ഏരിയയിൽ ഇരുന്ന് മദ്യപിച്ച എന്താ കേസ് എന്നറിയോ നിനക്ക്? അറിയില്ല സാറേ. നാളെയോ മറ്റന്നാളോ ആയി ഈ കോറിയിലെങ്ങനെ അവൻ പൊന്തിക്കിടന്ന ഇതെല്ലാം കൂടി ഞാൻ നിന്റെ മണ്ടയ്ക്കകത്ത് വെച്ച്. സാറേ ഉപദ്രവിക്കരുത് സാറേ. ഞാൻ അവനും കൂടി ഇന്നലെ അടിച്ച് ഫിറ്റായി എന്നുള്ളത് സത്യം. പക്ഷെ ഞാൻ അവനെ കൊന്നിട്ടില്ല. പെടുത്തരുത് സാറേ. എങ്ങനെയെങ്കിലും വരണം. എന്ത് വേണമെങ്കിൽ ചെയ്യാം സാറേ. എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാ? സാറേ എൻ്റെ കയ്യിൽ സാറേ എനിക്കുള്ള ചെലവിനുള്ള ഇങ്ങനത്തെ കാട്ടും സാറേ. എന്നാ നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാം. പ്ലീസ് സാറേ. എന്നാ പോടാ. എന്നെ ഈ ഏരിയയിൽ എങ്ങനെ കണ്ടുപോരുത്. പോ. രാഷേ, സാധനം ഉണ്ടല്ലോ. വാ, 2 അടിക്കാം. വേണ്ട സാറേ. എന്താ താ അടിക്കൂലേ? ഡ്യൂട്ടിയിൽ സാറേ അപ്പോൾ വേണ്ട. അപ്പം ഞാനോ എന്തായാലും പുള്ളിയുടെ അണ്ണാക്കിലേക്ക് കയറി കൊടുക്കണ്ടേ. 2 അടിച്ച് പാടും. ഉഷാറുണ്ടാവും. താ വാ. വേണ്ട സാറേ. സാറേ എന്തിനാ അവനെ വിട്ടത്? എടാ, അവനെ കണ്ടാലറിഞ്ഞൂടെ അവനൊരു മണ്ടനാണെന്ന്. സാറേ വല്ല പുലി എങ്ങാനും പിടിച്ചാണെങ്കിലോ? പുലി ഇറങ്ങിയെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞവർ ഒരാടിനെ മിസ്സായി എന്ന് പറഞ്ഞിരുന്നു. ഇര പിടിക്കാൻ ഇറങ്ങുന്ന പുലി ഇര പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇര പിടിക്കാൻ ഇറങ്ങിവിടോ. പിന്നെ താൻ പറഞ്ഞ പോലെ അവനെ എങ്ങാനും പുലി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ബ്ലഡ് കാണില്ലടോ. സാറേ അപ്പോൾ മറ്റവനോട് സാറേ? അവൻ ഫിറ്റ് ഇറങ്ങിയപ്പോൾ പോയി കാണും. താൻ വാടൂ, നടക്ക്. ഹലോ, താൻ നടന്നടോ. ഞാൻ മൂത്രം ഒഴിക്കും. സാറേ അവിടെ നിന്നോളൂ സാറേ. എന്നാൽ പിന്നെ താൻ ഒരു കാര്യം ചെയ്യടോ, ഈ സാമാനൊന്ന് പിടിച്ചാ. സാറേ ഒരുമാതിരി അതല്ലേ പറഞ്ഞു ഇവിടെ നിൽക്കണ്ടെന്ന്. ഹലോ, ഇത് ഞാൻ ഡ്യൂട്ടിയില്ല, ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാം. സാറേ, ദേവ് സാറേ, ദേവ് സാറേ, സാറേ, സാറേ,
സാറേ സാറേ ആരാ നിങ്ങളൊക്കെ? സാറേ സാറിഞ്ഞൊരു അടി മുന്നോട്ട് വെച്ചാ ഇവനെ തല ഞാൻ ഇറക്കും. എന്താ നിങ്ങളുടെ പ്രശ്നം? ഇവൻ തന്നെ ഞങ്ങൾ പ്രശ്നം സാറേ. ഒരു പ്രശ്നം വന്നാൽ അതിനൊരു തീർപ്പ് വേണ്ടേ? സാറിനൊന്നും ചെയ്യരുത്. സാറ് ഈ സ്റ്റേഷനിൽ പുതിയ ആളായതുകൊണ്ടല്ലേ. ഇവിടെ നടക്കണ വല്ല സാറിനറിയോ? സാറ് വരുന്നതിന് മുന്നേ ഇവന്റെ തലരിഞ്ഞ് പോകാൻ അറിയാഞ്ഞിട്ടല്ല, ഇവനെ കൊന്നത് എന്തിനാന്ന് സാറ് മനസ്സിലാക്കണം. ഇനി ഇങ്ങനെ ഒരു പോലീസുകാർ ഈ നാട്ടിൽ വേണ്ട സാറേ. നിങ്ങളാരെ തെറ്റിദ്ധരിപ്പിച്ചാണ്. എടുത്തിയാടെ ഒന്നും ചെയ്യരുത്. തെറ്റിദ്ധരിക്കപ്പെട്ട ഞങ്ങളല്ല സാറേ, അത് കഴിഞ്ഞ് 4 വർഷമായിട്ട്. കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന മൃഗങ്ങൾ വിശപ്പടങ്ങി തിരിച്ച് കാട്ടിലേക്ക് പോകും. പക്ഷെ എത്ര കിട്ടിയാലും ആർത്തി തീരാത്ത ഇവനെ പോലെയുള്ളവരാണ് സാറേ നമ്മൾ പേടിക്കേണ്ടത്. സാർ എന്ത് ചെയ്തു നിങ്ങൾ ഈ പറയണത്? ഈ കാണുന്ന മരങ്ങളൊക്കെ വെട്ടിമാറ്റി കച്ചവടം ചെയ്യുന്നതിന് പുറമെ ഈ കാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടി കൊന്നതിന്റെ പല്ലിനും നഖത്തിനും വരെ വില വെച്ചുന്ന ചെന്നായ്ക്കളാണ് ഇതൊക്കെ. ആ ആർത്തി കാട്ടിൽ കട്ടുപിടിക്കാൻ സമ്മതിക്കില്ല സാറേ. 2 തവണ ഇവന് വേണ്ടി ഞങ്ങൾ വാങ്ങിച്ചാ, പക്ഷെ ഇത്തവണ ഞങ്ങൾക്ക് ഇവനെ കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ ഈ നാട്ടിൽ ജനിച്ചു വന്ന സാറേ. ഇനി ഇതാ കണ്ടിട്ട് കൈയിട്ട് നിൽക്കാനാവില്ല. കൂപ്പിൽ പണിക്ക് ഒരു പെങ്കൊച്ചിനെ രാത്രിയായിട്ടും കാണാതായിട്ട് ഈ കാട് മുഴുവൻ ഞങ്ങൾ തിരഞ്ഞാതെ സാറേ. 3-ാം പക്കം കോറിന്നാ കിട്ടിയത്. പിച്ച് ചീന്തിയ സാറേ ഇവനൊക്കെ. എന്നിട്ടത് ആന ചവിട്ടി കൊന്നാക്കി. പേടിയായിരുന്നു അവർക്ക്. അവർക്കൊന്നും ആരും ഉണ്ടായിരുന്നില്ല സാറേ. ഏത് പെണ്ണിനൊന്ന് കുമ്പിട്ട് മുറ്റമടിക്കാൻ തന്നെ പേടിയാ സാറേ. ആണില്ലാത്ത വീട് നോക്കി പെണ്ണുങ്ങളെ മടിക്കുത്തയക്കുന്ന ഇമ്മനെ പോലുള്ള ഏമമാരി ഈ നാടിന് വേണ്ട സാറേ.